വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് അടിസ്ഥാന പാഠാവലിയിലെ ഒരു നമ്മളെ യൂണിറ്റ് 1 വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൽ പുതുവർഷം എന്ന പാഠമാണ് ഞാൻ ഇന്നിപ്പോൾ ക്ലാസ് എടുക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എന്താ നമ്മളെ യൂണിറ്റിൻ്റെ പേര്? പിന്നെയും പൂക്കും ഈ ചില്ലകൾ അല്ലേ? അവിടെ താഴെ എന്തോ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ച് നോക്കാം. ഭൂമിയിലായിരിക്കുമ്പോൾ ഒരുകിയ ആകാശവും ആകാശത്തായിരിക്കുമ്പോൾ ഒരു പിടി മണ്ണും മനസ്സിൽ സൂക്ഷിക്കുക. ഭൂമിയിലും നിങ്ങൾ തളിർക്കും, ആകാശത്തിൽ വേരും പടരും. ഇത് PK പാറക്കടവിൻ്റെ വേരും തളിരും എന്ന കഥയിൽ നിന്നെടുത്തൊരു ഭാഗമാണ്. ആ ഒരു ഭാഗമാണ് നമുക്കിവിടെ കൊടുത്തേക്കുന്നത്. നമുക്ക് എന്താണെന്ന് അതൊന്നും കൂടെ ഒന്ന് വായിച്ച് നോക്കാം. എന്താ അത് പറയുന്നത്? ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു കീർ ആകാശവും ആകാശത്തായിരിക്കുമ്പോൾ ഒരു പിടി മണ്ണും മനസ്സിൽ സൂക്ഷിക്കുക. ഭൂമിയിലും നിങ്ങൾ തളിർക്കും, ആകാശത്തിലും വേര് പടരും. അല്ലേ? അപ്പം അവിടെ താഴെ ഒരു ചോദ്യമുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണത്? ഈ കഥ നമ്മോട് പറയുന്നത് എന്താണ്? ചർച്ച ചെയ്യുക. അപ്പം ഈ കഥ ഇതിപ്പോൾ PK പാറക്കടവിൻ്റെ വേരും തളിരും എന്ന ഒരു കഥയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ കഥ നമ്മൾക്ക് തരുന്ന ഒരു ആശയം അല്ലെങ്കിൽ നമ്മളോട് പറയുന്നത് എന്താണ് എന്നാണ് നമ്മളോട് ചർച്ച ചെയ്യാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ ഉത്തരം ഇപ്പോൾ വരും. ഓക്കെ, എൻ്റെ ഇപ്പോൾ വരും. വന്നു കഴിഞ്ഞു. എന്താണെന്ന് വെച്ചാൽ മൂല്യങ്ങൾ സൂക്ഷിക്കുന്നവർക്ക് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവും. അതായത് നമ്മളെ മൂല്യങ്ങൾ കാത്ത് സൂക്ഷിക്കുന്നത് കൊണ്ട് നമുക്ക് ഭൂമിയിൽ ജീവിക്കാനും ആകാശത്തോളം വളരാനും കഴിയണമെന്ന് സൂചിപ്പിക്കുന്ന ഒരു കഥയാണ് PK പാറക്കടവിൻ്റെ വേരും തളിരും. പുതിയ കാലത്ത് മനുഷ്യന് വേരുകൾ നഷ്ടപ്പെടുന്നു അല്ലേ? ഇപ്പോഴത്തെ കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് നമ്മളെ മൂല്യങ്ങൾ പോലും നമ്മൾ കാത്തു സൂക്ഷിക്കുന്നില്ല അല്ലേ? പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം വരെ കുറയുന്നു. നമ്മൾ പ്രകൃതിയുമായിട്ട് നമ്മൾ ഇപ്പോൾ വലിയ ഇണക്കത്തിലാണ്. അപ്പം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം വരെ കുറഞ്ഞു വരികയാണ്. മനസ്സ് വിശാലമാകുമ്പോൾ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറും അല്ലേ? നമ്മുടെ മനസ്സ് വിശാലമാകുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമുക്ക് മാറ്റാനായി കഴിയും. അതുപോലെ തന്നെ അപ്പോൾ അവൻ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൽപ്പിക്കും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൽപ്പിക്കും. അപ്പോൾ ജീവിതം ഭൂമിയിൽ തളിർക്കുകയും ആകാശത്തിൽ വേര് പടർത്തുകയും ചെയ്യും. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഭൂമിയിൽ നമ്മൾ തളിർക്കുകയും പിന്നെ ആകാശത്തിൽ നമ്മുടെ വേര് പടരുകയും ചെയ്യുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ മൂല്യങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കണമെന്നാണ്. അതുപോലെ തന്നെ നമ്മളെ ചുറ്റുമുള്ള കാഴ്ചപ്പാടൊക്കെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അവർക്കും നമ്മൾ നൽകുക? ഒത്തൊരുമയോടെ കഴിയുക. അപ്പം നമുക്കിതേ അടുത്ത നമ്മളെ ചാപ്റ്ററിലോട്ട് പോകാം. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? പുതുവർഷം അല്ലേ? നമുക്ക് എന്താണെന്ന് നോക്കാം. ആദ്യത്തെ 2 ലൈൻ വായിച്ചിട്ട് അർത്ഥം പറഞ്ഞുതരാം കേട്ടോ. അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നുമില്ലാതിരുന്നൊരാ പോയ കാലം, മാവേലി നാടുവാണിടും കാലം, പാടിപ്പോന്നുള്ളിപ്പോയ പൊന്നോണക്കാലം. എന്താ ഈ വരിയുടെ അർത്ഥം? ആദ്യത്തെ വരി നോക്ക്. അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നുമില്ലാതിരുന്നൊരാ പോയ കാലം. അതായത് അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നുമില്ലാതിരുന്ന നമ്മളെ ബാല്യകാലത്തെക്കുറിച്ച് അല്ലെങ്കിൽ കവിയത്രിയുടെ ബാല്യകാലത്തെക്കുറിച്ചാണ് ഉള്ള ഓർമ്മയിലാണ് കവിത ആരംഭിക്കുന്നതല്ലേ? അടുത്തത് മാവേലി നാടുവാണിടും കാലം, പാടി പൂന്നുള്ളിപ്പോയ പൊന്നോണക്കാലം. മാവേലിയെക്കുറിച്ചുള്ള പാട്ടുകൾ പാടിയാണെങ്കിൽ നമ്മൾ ഓണപ്പാട്ട് അങ്ങനെയുള്ള പാട്ടുകളൊക്കെ പാടി നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ട് പൂക്കൾ ശേഖരിക്കാൻ പോലെ അതേപോലെ പൂന്നുള്ളാനായിട്ട് പോയ കാലം. ദേവിതൻ കോവിലിൽ കുഞ്ഞുടുപ്പിട്ട ഞാനോരോ പടി എണ്ണിക്കേറും നേരം, കൂപ്പുക കുഞ്ഞിക്കയെങ്കിൽ കരിവള കാപ്പാകുമിന്നമ്മ ചൊന്ന കാലം. അവരുടെ അർത്ഥം എന്താണ്? ദേവിതൻ കോവിലിൽ കുഞ്ഞുടുപ്പിട്ട ഞാൻ ഓരോ പടി എണ്ണി കയറുന്നേലും. അതായത്
കുഞ്ഞുടുപ്പിട്ട് ദേവിയുടെ കോവിലേക്ക് ഓരോ പടി എണ്ണി കയറുമ്പോൾ കൂപ്പുക കുഞ്ഞിക്കൈ എങ്കിൽ കരിവള കാപ്പാകുമെന്നമ്മ ചൊന്ന കാലം. എന്താണ്? അപ്പോൾ നമ്മൾ അപ്പോൾ ദേവിയുടെ കോവിൽ ചെന്ന് കൈകൂപ്പിയ കുഞ്ഞിക്കൈയിലെ കരിവള കാപ്പായി മാറുമെന്ന് അമ്മ പറഞ്ഞ കാലം. അപ്പോൾ ഇതെല്ലാം ബാല്യകാലത്തിൽ സംഭവിക്കുന്ന, കവയിത്രിയുടെ ബാല്യകാലത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളുമാണ് ഇവിടെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പുസ്തക സഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും പച്ചപ്പുളിയും ഒളിച്ച കാലം. എന്താണ്? പുസ്തക സഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും അതുപോലെ തന്നെ പച്ചപ്പുളിയൊക്കെ ഒളിപ്പിച്ചിരുന്ന കാലം. ആരോടുമില്ല വഴക്കെന്നു പുഞ്ചിരിച്ചാരോടും കൂടി നടന്ന കാലം. എന്താണ്? ആരോടും വഴക്കില്ലാതെ എല്ലാവരോടും കൂട്ടുകൂടിയ കാലം. അക്കാലം പൂക്കളം തീർത്തതോർക്കുന്നു ഞാൻ നിശ്ചയം അമ്മയോടൊത്തു തന്നെ. അമ്മയോടൊത്ത് പൂക്കളമൊരുക്കിയ ഓണക്കാലം. ഇതൊക്കെയാണ് എന്ത്? കവയിത്രിയുടെ മനസ്സിൽ തെളിയുന്നത് ബാല്യകാലത്തെക്കുറിച്ച്. മുറ്റത്തിനൈശ്വര്യം ചാർത്തുമപ്പൂക്കളോടൊപ്പമെന്നമ്മയും തുമ്പ പോലെ. മുറ്റത്തിന് ഐശ്വര്യം പകർന്നു നിൽക്കുന്ന പൂക്കളോടൊപ്പം തുമ്പപ്പൂ പോലെ അമ്മ ഐശ്വര്യത്തോടെ ശോഭിച്ചതും കവയിത്രി ഓർക്കുന്നു. അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചത് എന്താണ്? കവയിത്രിയുടെ ബാല്യകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. അടുത്തതായിട്ട് വരുന്നത് കൗമാരകാലത്തെക്കുറിച്ചുള്ള സൂചനകളാണ് കേട്ടോ. എന്താണ്? ആകുല ചിന്തകളായിരം കുന്തങ്ങൾ ആഴത്തിൽ കോർക്കും ശിരസ്സു നീർത്തി, തീരാപ്പകയും തിളയ്ക്കുമീ സ്നേഹവും തീയിട്ടെരിച്ച മനസ്സുയർത്തി. എന്താണ് അവിടെ പറയുന്നത്? ആകുലതകളുടെയും ആപത്തുകളുടേതുമായ ഒരു കാലമാണ് ഏത്? കൗമാരക്കാലം. ശിരസിൽ കുന്തങ്ങൾ പോലെ ആഴ്ന്നിറങ്ങുന്ന അനേകം ചിന്തകളുടെ കാലം. അതുപോലെ തീരാത്ത പകയും തിളയ്ക്കുന്ന സ്നേഹവും തീയിട്ടെരിച്ച മനസ്സുമായിട്ട് ആരോടും ചേരാനാകാത വൈദ്യുത പ്രവാഹം എന്ന പോലെ ചിന്തകൾ നമുക്ക് ആപത്തായി മാറുന്ന കാലം കൂടിയാണ് ഏത്? കൗമാരകാലം. ജീവിതാനന്ദങ്ങൾ കാട്ടുതേനൂട്ടിയും കാടുകാണിച്ചും രസിപ്പിച്ചാലും പോരെന്ന് രക്തവും മാംസവും മജ്ജയും നോവെടുത്തുച്ചത്തിലാർക്കും കാലം. എന്ന് വെച്ചാൽ എത്ര തന്നെ നമുക്കുണ്ടായാലും, എത്ര തന്നെ ജീവിതാനന്ദങ്ങൾ ഉണ്ടായാൽ പോലും പോരാ എന്ന് നമ്മുടെ രക്തവും മാംസവും മജ്ജയും നോവെടുത്തുച്ചത്തിലാർക്കുന്ന യൗവന കാലത്തെക്കുറിച്ചും തുടർന്ന് എന്ത് പറയുന്നു? കവയിത്രി പറയുന്നു. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫിലോട്ട് പോകാം. ഇത്തിരി മണ്ണില്ലാതെത്ര പേർ കൂടുപോൽ കൊച്ചു വീടെത്ര എന്താണ്? ഇത്തിരി മണ്ണില്ലാതെ എത്ര പേരാണുള്ളത്? കൂടുപോലുള്ള കൊച്ചു വീടുകൾ എത്രയാണ്? അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എങ്ങനെയാണ് തൊടിയും പൂക്കളൊക്കെ ഉണ്ടാകുക? ഫ്ലാറ്റിലെ ബാൽക്കണി തുഞ്ചത്തു കർക്കടക്കാറ്റും മഴയും കൊടിച്ചുരുക്കി. അപ്പോൾ ഈ ഫ്ലാറ്റിലെ ബാൽക്കണി തുഞ്ചത്ത് ഈ കർക്കിടക്കാറ്റും മഴയും എല്ലാം എന്ത് ചെയ്തു? നിന്നു തുടങ്ങി. അടുത്ത താഴത്തെ ഇത്തിരി മണ്ണിൽ വിനീതയാം പാവത്തെ തുമ്പയെ കണ്ടു നിൽക്കെ വേദനിപ്പിക്കാത്തൊരമ്മതൻ നിശബ്ദ വേപതു വാർന്ന മുഖം സ്മരിപ്പു. എന്താണ് അവിടെ പറയുന്നത്? അപ്പോൾ അവിടെ താഴത്തെ ഇത്തിരി മണ്ണിൽ നിൽക്കുന്ന തുമ്പയെ കാണുമ്പോൾ അമ്മയുടെ നിശബ്ദമായ വിറയാർന്ന മുഖം കവയിത്രി ഓർക്കുന്നു. സ്നേഹമായി ജ്വലിക്കുന്ന അമ്മ ചോദിക്കുകയാണ്, പിന്നെ എന്തിനാണ് പൂക്കളം? അതാണ് ഇവിടെ. എന്തിന്നു പൂക്കളം എന്തിലും മീതയാണമ്മുഖം സ്നേഹമായി ഉജ്ജ്വലിക്ക്. അപ്പോൾ സ്നേഹമായി ജ്വലിക്കുന്ന അമ്മയുടെ മുഖത്ത് എല്ലാ പൂക്കൾക്കും ഭംഗികൾക്കും മീതെയാണ്. പിന്നെ എന്തിനാണ് പൂക്കളം? വരുന്ന ഓണപ്പുലരിയിൽ വർത്തമാനകാലത്തിൻ്റെ കൂരിരുൾ നീക്കി അമ്മ വീടിനകത്തുദിക്കുമെന്ന് കവയിത്രി പ്രത്യാശിക്കുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ ആശയം എന്ന് പറയുന്നത് ഈ വരിയുടെയാണ്. ഓണപ്പുലർച്ചയിൽ കൂരിരുൾ നീക്കിയൻ വീടിനകത്തമ്മ വന്നുദിക്കും അല്ലേ. അപ്പോൾ അത്രയ്ക്കും എന്താണ് ഭംഗിയുള്ള അമ്മ. അപ്പോൾ അമ്മയുടെ ആ ഒരു
ഇത് നമ്മൾ വരുന്ന ഓണപ്പുലരിയിൽ വർത്തമാനകാലത്തിൻ്റെ കൂരിരുൾ നീക്കി അമ്മ വീടിനകത്ത് ഉദിക്കുമെന്ന് കവയിത്രി പറയുന്നു. അടുത്തത് ഓണപ്പുലർ. മാലറ്റു പോകും വരും വർഷമക്ഷയ ശ്രീയാം വലത്തുകാൽ വെച്ച് കയറും എന്ന് വെച്ചാൽ വരും വർഷം ഐശ്വര്യത്തോടെ വലതുകാൽ വെച്ച് വീട്ടിലേക്ക് കയറുകയും ചെയ്യുമെന്ന പ്രത്യാശയിലാണ് എന്ത് ചെയ്യുന്നത് കവിത അവസാനിക്കുന്നത്. ഇത് എന്താണ് വിജയലക്ഷ്മി എഴുതിയ ഒരു കവിതയാണ്. അപ്പോൾ ഇത് ഈ ഒരു കവിത തിരഞ്ഞെടുത്തത് വിജയലക്ഷ്മിയുടെ കവിതകൾ എന്നൊരു പുസ്തകത്തിൽ നിന്നാണ്. അടുത്തൊരു ചോദ്യമാണ്. എന്താണ് ചോദ്യം? പൊയ്പോയ കാലം എന്തെല്ലാം സ്മരണകളാണ് കവയിത്രിയിൽ ഉണർത്തുന്നത്? അപ്പോൾ എന്താണ് അത്? നമ്മൾ ആ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ ഉണ്ട്. എന്താണത്? അമ്മ പറയുന്നതിനപ്പുറം മറ്റൊന്നുമില്ലാതിരുന്ന കുട്ടിക്കാലത്തെക്കുറിച്ചാണ് കവയിത്രി ഓർക്കുന്നത്. മാവേലി പാട്ടുപാടി പൂക്കൾ ഉറുക്കാൻ പോയ പൊന്നോണക്കാലം ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? കവി മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. കുഞ്ഞുടുപ്പിട്ട് അമ്മയോടൊപ്പം ദേവിയുടെ കോവിലിൻ്റെ പടികൾ ഓരോന്നായി എണ്ണിക്കയറുമ്പോൾ കൈകൂപ്പിയാൽ കുഞ്ഞിക്കൈയിലെ വളകൾ കാപ്പായി മാറുമെന്ന് അമ്മ പറയുമായിരുന്നു. പുസ്തക സഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും പച്ചപ്പുളിയും ഒളിപ്പിച്ച് വെച്ചതും അമ്മയോടൊത്ത് പൂക്കളം തയ്യാറാക്കിയതുമായ ആ പഴയ കാലം ഇപ്പോഴും കൈ മനസ്സിലുണ്ട്. മുറ്റത്തിന് ഐശ്വര്യം നൽകിക്കൊണ്ട് പൂക്കളം ശോഭിക്കുന്നു. അതിലെ തുമ്പപ്പൂ പോലെ അമ്മയും. ആ നല്ല നാളുകളെക്കുറിച്ചുള്ള സ്മരണകളാണ് എന്ത് ചെയ്യുന്നത്? പൊയ്പോയ കാലം എന്ന കവിത്രയിൽ ഉണർത്തുന്നത്. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഓണവും പൂവും മറന്ന മലയാള നാടിങ്ങു ഖിന്നന നോക്കി നിൽപ്പു. കവയിത്രിയെ ദുഃഖിപ്പിക്കുന്നത് എന്തെല്ലാമാവും? അതാണ് ആ ഇത്തിരി മണ്ണില്ലാതെ എത്ര പേരെന്ന് തുടങ്ങുന്ന ആ വരി തൊട്ട് അതിൻ്റെ അവസാനം വരെ അതിൻ്റെ ഉത്തരമാണ്. എന്താണ് ഉത്തരം? കാലം പരിസ്ഥിതിയിലേറെ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു അല്ലേ? കൂട് പോലെ തൊട്ടുള്ള തൊട്ടടുത്തൊക്കെയുള്ള കൊച്ചു വീടുകളും ഫ്ലാറ്റുകളും അല്ലേ? സമൃദ്ധമായ പൂക്കൾ വിരിഞ്ഞിരുന്ന പുൽമേടുകളും കുന്നിൻ പുറങ്ങളും ഇല്ലാതായി. നാട്ടുപൂക്കൾ പലതും അപ്രത്യക്ഷമായി അല്ലേ? ഫ്ലാറ്റിലെ ഇത്തിരി വട്ടത്തിലേക്ക് മലയാളികളുടെ വീട് എന്ന സങ്കല്പം ചുരുങ്ങി. ഓണവും മറ്റ് ആഘോഷങ്ങളുമെല്ലാം വിപണിയുടെ സ്വാധീനത്തിൽപ്പെട്ടു. കുട്ടിക്കാലത്തെ ഓണവും ഇപ്പോഴത്തെ ഓണവും അതുപോലെ തന്നെ കുട്ടിക്കാലത്തെ കവയിത്രിയുടെ ജീവിതവും ഇപ്പോഴത്തെ മനുഷ്യരുടെ ജീവിതവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഇതെല്ലാം ഓർക്കുമ്പോൾ തന്നെ കവയിത്രിയുടെ മനസ്സിൽ അത് ഒരുപാട് ദുഃഖിപ്പിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ജീവിതത്തിലുടനീളം അമ്മ ഒരു പ്രത്യാശയായി മാറുന്നു. ഈ പ്രസ്താവനയിലെ ആശയത്തെ പാഠഭാഗവുമായി ബന്ധിപ്പിച്ച് വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, ഈ കവയിത്രിയുടെ ആ കുട്ടിക്കാലം തൊട്ട് യൗവനകാലം വരെയുള്ള ആ ഒരു അത്രയും ഭാഗത്തെ അല്ലെങ്കിൽ കവിതയുടെ തന്നെ ഒരു ആശയം തന്നെയാണ് ആ ഉത്തരത്തിനായിട്ടും വരുന്നത്. എന്താണ്? കവയിത്രിയുടെ കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള മധുര സ്മരണകളിലാണ് പുതുവർഷം എന്ന കവിത തുടങ്ങുന്നത്. തുടർന്ന് വർത്തമാനകാലത്തിൻ്റെ നോവുകളും സംഘർഷങ്ങളും ഈ കവിതയിൽ അവതരിപ്പിക്കുന്നു. കുട്ടിക്കാലത്ത് വഴികാട്ടിയായി അമ്മയുണ്ടായിരുന്നു. ദേവിയെ കൈകൂപ്പി തൊഴുതാൽ കൈകളുടെ കഴിവള കാപ്പായി മാറുമെന്ന് അമ്മ പറഞ്ഞപ്പോൾ എപ്പോഴും കുഞ്ഞു മനസ്സിൽ പ്രത്യാശ നിറച്ചു. അമ്മയ്ക്ക് തുമ്പപ്പൂവിൻ്റെ നൈർമല്യവും ഐശ്വര്യവും ഉണ്ടായിരുന്നു. അമ്മയുടെ നൈർമല്യം കവയിത്രിയുടെ ജീവിതത്തിൽ ഐശ്വര്യം പകർത്തി. കാലം മാറിയിട്ടും അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ കവയിത്രിയുടെ മനസ്സിൽ കരുത്തും പ്രത്യാശയുമായി നിറയുകയാണ്. ഫ്ലാറ്റിന് മുകളിൽ നിന്ന് താഴെയുള്ള ഇത്തിരി മണ്ണിലെ തുമ്പച്ചെടി കാണുമ്പോൾ അമ്മയുടെ മുഖമാണ് കവയിത്രിയുടെ മനസ്സിൽ ഓടിയെത്തുന്നത്. ഓണനാളിൽ വർത്തമാനകാലത്തിൻ്റെ കൂരിരുൾ നീക്കി വീടിനകത്തമ്മ വന്നുദിക്കും. അപ്പോൾ ദുഃഖമകലും. വരും വർഷം ഐശ്വര്യത്തോടെ വലതുകാൽ വെച്ച് വീട്ടിലേക്ക് കയറുമെന്ന് കവയിത്രി പ്രത്യാശിക്കുന്നു. അമ്മയുടെ അദൃശ്യ സാന്നിധ്യം ഓർമ്മകൾ പ്രതീക്ഷയായി നിറയുന്നു. അമ്മയുടെ
അമ്മയുടെ അദൃശ്യ ഹസ്തങ്ങൾ ഇന്നും കവയിത്രി വഴി നടത്തുന്നു. അപ്പോൾ ഇത് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ നമ്മളൊന്ന് കൂട്ടി നോക്കുമ്പോൾ നമുക്കറിയാക്കും ആ കുട്ടിക്കാലത്തെ ജീവിതവും ഇപ്പോഴത്തെ ജീവിതം, ഇപ്പോഴത്തെ രീതിയും കുട്ടിക്കാലത്തെ രീതിയാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ താരതമ്യം ചെയ്യുമ്പോഴാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടുന്നത്. അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം, മുറ്റത്തിനൈശ്വര്യം ചാർത്തുമ പൂക്കളോടൊപ്പമിന്നമ്മയും തുമ്പ പോലെ. അല്ലേ? ഈ വരികളിലെ കാവ്യഭംഗി കണ്ടെത്താനാണ് ചോദ്യം. എന്താണ്? മുറ്റത്തിന് ഐശ്വര്യം നൽകുന്ന പൂക്കളത്തിൽ തുമ്പ ശോഭിക്കുന്നത് പോലെ വീടിന് വിളക്കായി ഐശ്വര്യമായി അമ്മ ശോഭിക്കുന്നു എന്നാണ് കവയിത്രി പറയുന്നത്. പൂക്കളത്തിലെ തുമ്പപ്പൂവിനോട് അമ്മയെ സാദൃശ്യപ്പെടുത്തുകയാണ് കവയിത്രി. തുമ്പപ്പൂവിൻ്റെ നൈർമല്യവും ഐശ്വര്യവും കവയിത്രി അമ്മയിൽ കാണുന്നു. തുമ്പപ്പൂവിൻ്റെ പവിത്രത, വെണ്മ, സ്വത്വഗുണം ഇതൊക്കെ അമ്മയിലുമുണ്ട്. അമ്മയുടെ പരിശുദ്ധമായ ജീവിതമാണ് കവയിത്രിയുടെ ജീവിതത്തിന് ഐശ്വര്യം പകർന്നിരുന്നത്. തുമ്പപ്പൂവിൻ്റെ ഗുണഗണങ്ങളിലേക്കും സവിശേഷതകളിലേക്കും അമ്മയെ ചേർത്ത് നിർത്തുന്നു. ഈ സാദൃശ്യപ്പെടുത്തൽ തികച്ചും ഉചിതമാണ്. അപ്പോൾ ഇത് ഇത്രയും ഇതിൻ്റെ ആൻസറുള്ളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു അനുഭവമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.